ഗൈസ്, ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് പ്രൊഡക്ട്സ് മേടിച്ചിരുന്നു. അത് മെയിൻ ആയിട്ട് കിച്ചണിലേക്കുള്ള പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 6 ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഞാനൊരു ട്രാവൽ ആക്സറീസ് എന്നുള്ള രീതിയിൽ മേടിച്ചതാണ്. ബാക്കിയെല്ലാം കിച്ചണിലേക്ക് മേടിച്ചതാണ്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ ഇതിൽ ആദ്യത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിലിക്കൺ വാട്ടർ ബോട്ടിൽ ഗ്ലാസ് ക്ലീനർ ബ്രഷ് ആണ്. അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് മേടിച്ചത് എന്റെ വാട്ടർ ബോട്ടിൽ ക്ലീൻ ചെയ്യാനാണ്. കാരണം എന്റെ കയ്യിൽ നിന്ന് ഉള്ളിലേക്ക് ഇട്ട് കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ബ്രഷ് ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉള്ളിൽ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഇത് നല്ല സിലിക്കൺ ആണ്, നല്ല ഗ്രിപ്പ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ബ്രഷും നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. പിന്നെ നമുക്കിത് റിമൂവ് ചെയ്തെടുക്കാനും പറ്റും. ഇത് നമുക്ക് കിച്ചണിൽ കണ്ടെയ്നേഴ്സ് കഴുകാനും അതുപോലെ ഗ്ലാസ് ബോട്ടിൽസ് കഴുകാനും പിന്നെ ഫ്ലവർ വൈസ് ഒക്കെ കഴുകാനൊക്കെ നല്ല പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 49 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് നല്ല പ്രൊഡക്റ്റ് ആയിട്ടാണ് കേട്ടോ തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത്. ഭയങ്കര യൂസ്ഫുൾ പ്രൊഡക്റ്റ് ആണ്. രണ്ടാമതായിട്ട് ഞാൻ മേടിച്ച പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഈ ഹീറ്റ് സീലർ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് തിരിച്ചും അതായത് നമ്മുടെ സ്നാക്സ് ഒക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ മേടിച്ചതാണ്. ഇത് ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ബാറ്ററി ഇടുന്നത് ഈ ഇത് പൊക്കിയിട്ടാണ് കേട്ടോ. ഇവിടെ നമുക്ക് പൊക്കാൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ബാറ്ററി ഇടുന്നത്. ബാറ്ററി ഇട്ടതിന് ശേഷം നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഈ പാർട്ട് കണ്ടോ, ഈ പാർട്ടിൽ വെച്ചിട്ട് നമുക്ക് കവർ സീൽ ചെയ്യാൻ പറ്റും. ബെസ്റ്റ് നല്ലതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ പ്രോഡക്റ്റ് കിട്ടിയ ഒരു കവറിൽ തന്നെയാണ് ഇത് സീൽ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു 2 വട്ടം ഹീറ്റിൻ്റെ ഇതിലൂടെ വെച്ച് വലിച്ചപ്പം നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയിട്ട് സീലായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ലെഫ്റ്റ് ഓവർ വരുന്ന സ്നാക്സ്, പിന്നെ ഷുഗർ, പിന്നെ ഈ പരിപ്പ് പയർ ഐറ്റംസ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ സീൽ ചെയ്ത് വെക്കാം. പ്രോഡക്റ്റ് അടിപൊളിയാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 238 രൂപയാണ്. അടുത്ത ഞാൻ വാങ്ങിയത് ഈ സിലിക്കൺ നമ്മുടെ സ്പൂണൊക്കെ വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡാണ്. നമ്മളിപ്പോ കിച്ചണിലൊക്കെ നമ്മളിപ്പോ എന്തെങ്കിലും കറി ഉണ്ടാക്കണം, 1-2 കറി ഉണ്ടാക്കുകയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ പാത്രം ഈ കറിയുടെ തവി മൂക്ക്, അതായത് നമ്മൾ ഇളക്കുന്ന തവിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി നമ്മൾ 1-2 പാത്രം ഇങ്ങനെ എടുത്ത് വെക്കുന്നതിന് പകരം നമുക്കിത് ഇവിടെ ഒരു 4 തവി വരെ ഇവിടെ വെക്കാം. അതുപോലെ തന്നെ ഈ പോർഷനിൽ നമുക്ക് മൂടി വെച്ചിരിക്കുന്ന പാത്രവും കൂടെ വെക്കാൻ പറ്റും. അതായത് തവി നമുക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, ഇങ്ങനെ തവി വെക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മൂടി വെക്കുന്ന പാത്രവും വെക്കാം. ഇത് നല്ല എഫക്റ്റീവ് ആണ്. അതായത് 5-6 പാത്രം എടുത്ത് കഴുകുന്നതിനേക്കാൾ എളുപ്പമായിട്ട് നമുക്ക് ഒറ്റ പാത്രം കഴുകുകയും ചെയ്യാം. നമ്മുടെ ഫ്ലോറും ക്ലീൻ ആയിരിക്കും. പാത്രം ഒരു കഴുകി വിഷമിക്കുകയും വേണം. ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് 79 രൂപയാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ എന്റെ പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്തേക്കാം, നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ട്രാവൽ പർപ്പസിന് വേണ്ടി മേടിച്ച പ്രൊഡക്റ്റ് ആണ്. അതായത് നമ്മളിപ്പോ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വലിയ വലിയ പൗച്ച്, അതായത് വലിയ വലിയ ബോക്സ് ഒക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ പൗച്ചുകളിലേക്ക് നമ്മുടെ ഷാമ്പു, കണ്ടീഷണർ, അതുപോലെ തന്നെ നമ്മുടെ മോയിസ്ചറൈസർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ എളുപ്പത്തിൽ ക്യാരി ചെയ്യാവുന്നതാണ്. വലിയ വെയിറ്റും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഇത് തുറന്നത് ഏകദേശം 60 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത്, കപ്പാസിറ്റി വരുന്നത്. അപ്പൊ ഈ 60 ml നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ധാരാളമാണ് ട്രാവലൊക്കെ പോകുന്നത്. അത് നമുക്ക് മോയിസ്ചറൈസർ ഇടാം, കണ്ടീഷണർ ഇടാം, അതുപോലെ ഷാമ്പു ഇടാം. അങ്ങനെ അത്യാവശ്യം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ കണ്ടെയ്നറിലാക്കി കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. ഇതിന്റെ പ്രൈസ് വരുന്നത് 199 രൂപയാണ് കേട്ടോ. 199 3 പൗച്ച് വലിയ കുഴപ്പമില്ലാത്ത ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത്. അടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. ഞാനത് എനിക്ക് ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് അത്യാവശ്യം വളരെ നല്ല രീതിയിൽ അതായത് ഡെയിലി ഓഫീസിൽ പോകുന്ന അല്ലെങ്കിൽ ഡെയിലി ജോബിലൊക്കെ പോകുന്നവർക്ക് പറ്റിയ ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതൊരു ചോപ്പറാണ്. അത് ബട്ടർഫ്ലൈയുടെ ചോപ്പാണ്. ഞാൻ ഇതിന് മുമ്പ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഇത് 900 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് 5 ബ്ലേഡ് ഉണ്ട്. ബ്ലേഡ് ഇങ്ങനെ ഒരു റൊട്ടേഷണൽ, അതായത് ഇങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ നമ്മള് ഇങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഈ ബ്ലേഡിൽ കട്ടാവാത്ത സാധനങ്ങൾ ഈ ബ്ലേഡിൽ എന്തായാലും കട്ടായി പോകും. നമുക്കിപ്പോ അതായത് തേങ്ങ ഇതൊക്കെ കറണ്ട് ഇല്ലാന്ന് വിചാരിച്ചു നമുക്ക് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഈ സാധനത്തിൽ സിമ്പിൾ ആയിട്ട് തേങ്ങ ഒതുക്കി എടുക്കാം. ഞാൻ നോക്കുമ്പോൾ പരീക്ഷിച്ച് വിജയിക്കുന്ന സാധനങ്ങൾക്ക്. അപ്പൊ 900 ml ആണ് ഇതിന്റെ ക്വാണ്ടിറ്റി വരുന്നത്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓവർലോഡ് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഓവർലോഡ് ആക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ഇവിടുന്ന് ഇവിടെ ഈ സംഭവം ഇല്ലേ, ചിലപ്പോൾ ഇതിന്റെ അലൈൻമെന്റ് വിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ നമ്മളിത് ഇങ്ങനെ ലോക്കിംഗ് സിസ്റ്റം ആണ്. ഈ ലോക്കിംഗ് സിസ്റ്റം ഇതിന്റെ ഉള്ളിലോട്ട് കയറുന്ന രീതിയിലാണ് നമ്മൾ വെക്കേണ്ടത്. അതുപോലെ ഇതിന്റെ നടുക്കുള്ള ഒരു ഇതുണ്ട്, ചെറിയ
കുലിപ്പുണ്ട്, അതിനുള്ളിലോട്ട് ഇറക്കി വെച്ചിട്ട് ഈ ലോക്ക് ഇത് വെച്ചിട്ട് നമ്മൾ ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് നമ്മൾ വലിക്കും. ബ്ലേഡ് നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്നത് 299 രൂപയാണ്. 299 രൂപയ്ക്ക് ഇതൊരു അടിപൊളി ഡീലാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും വാങ്ങുന്ന ഒരു മസ്റ്റ് ബൈ ഐറ്റമാണ് ഈ ചോപ്പ്. അവസാനമായിട്ട് ഞാൻ വാങ്ങിയ പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് എനിക്ക് അത്രയും സെറ്റ് ആയില്ല. ശരിക്കും നമ്മുടെ കിച്ചണിലൊക്കെ നമുക്ക് ചെറിയ കണ്ടെയ്നേഴ്സ് ഒക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കാൻ അങ്ങനെയുള്ള രീതിയിൽ ഭയങ്കര പ്രോഡക്റ്റ് ആണിത്. കണ്ടോ, ഇതിന്റെ അടിയിൽ ഒരു റൊട്ടേറ്റിംഗ് ബോക്സ് ഉണ്ട്. നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിന് റൊട്ടേറ്റ് ആവും. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ കറക്റ്റ് തിരിച്ച് അത് എടുത്താൽ മതി. ഇങ്ങനെ റൊട്ടേറ്റിംഗ് ഓർഗനൈസർ ആണ് കേട്ടോ ഇത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ നമ്മൾ കറക്കുമ്പോൾ കറങ്ങത്തില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഫിക്സഡ് ആക്കി വെക്കുകയാണെങ്കിൽ മാത്രമേ ഇത് കറങ്ങി പോകും. അപ്പൊ നമുക്ക് ഇതിപ്പോ ഒരു പോയിന്റിൽ എപ്പോഴും എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുവോ, അതായത് ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുകയാണെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് അവിടെ സ്ട്രോങ് ആയിട്ട് ഇരുന്നോളും, ഇത് കറങ്ങും ചെയ്യും. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും ഒരു എഫക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യം വാങ്ങാവുന്നതാണ്. ഇതിപ്പോ അങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ചവര് ക്രിസ്റ്റലിൽ എപ്പോഴും വെക്കാൻ ഉദ്ദേശിക്കുന്നതാണ് ഈ പ്രൊഡക്റ്റ് ഓക്കെയാണ്. ആക്ച്വലി എന്റെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇതിനകത്തേക്ക് വെക്കാനുള്ള ഒരു പർപ്പസിലാണ് ഇപ്പൊ മേടിച്ചത്. കിച്ചണിലേക്കാണ് മേടിച്ചത്. പക്ഷെ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പം എന്ന് തോന്നുന്നു എന്റെ മേക്കപ്പ് സാധനങ്ങൾ ഇട്ട് വെക്കാനായിരുന്നു. കാരണം ഇപ്പൊ കിടക്കുന്ന പൗച്ചിലാണ്. പൗച്ചിന് ഓരോന്നും തപ്പി എടുക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഓർഗനൈസർ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും. ആ ഒരു ഉദ്ദേശത്തിലും കൂടിയാണ് മേടിച്ചത്. പക്ഷെ ഇത് അത്യാവശ്യം ഫ്ലോപ്പ് ആയി പോയി. അപ്പൊ ഈ പ്രോഡക്ട്സിന്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഞാൻ 1 by 1 ആയിട്ട് ആഡ് ചെയ്തപ്പോൾ എളുപ്പത്തിൽ ഓരോന്ന് പർച്ചേസ് ചെയ്യാം. ഇതെല്ലാം അത്യാവശ്യം വീട് നമ്മുടെ കിച്ചണിലേക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അതുകൊണ്ടാണ് ഞാൻ എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.